RRB എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് നോട്ടീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. RRB പാരാമെഡിക്കൽ കാറ്റഗറീസിൻ്റെ പുതിയ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഈ 3 മാസങ്ങൾ ലാസ്റ്റ് മാസമായിട്ട് നമുക്ക് തൊട്ട് മുമ്പ് വന്ന നോട്ടിഫിക്കേഷനാണ് RRB ജൂനിയർ എഞ്ചിനീയർ. അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് NTPC തേർഡ് വൺ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കാറ്റഗറീസ്. ഈ 3മാണ് ഈ മാസങ്ങളിലായിട്ട് വരേണ്ട നോട്ടിഫിക്കേഷൻ. അതിനകത്ത് RRBJയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുന്നത് പാരാമെഡിക്കൽ കാറ്റഗറീസിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനിയും വരാനിരിക്കുന്നത് NTPC ആണ്. ഈ 3 മാസങ്ങളിലായിട്ട് തേർഡ് ക്വാർട്ടറിലായിട്ട് RRB അനൗൺസ് ചെയ്തിരുന്ന റിക്രൂട്ട്മെൻറ്റുകളായിരുന്നു ഈ 3. അതിലിപ്പോൾ രണ്ടാമത്തെ റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് പാരാമെഡിക്കൽ കാറ്റഗറീസിലെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് ഒരു ഷോർട്ട് നോട്ടീസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് 04/2024 റിക്രൂട്ട്മെൻറ്റ് ഓഫ് വേരിയസ് പോസ്റ്റ് ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറീസ്. അപ്പോൾ ഇതിനകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ് ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറീസ് ഇൻ ദ ടേബിൾ ബിലോ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/9 പറയുന്നു. ഇനി ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 17/8 ഓഗസ്റ്റ് 8 മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/9/2024. ഇനി പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കാൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഉള്ളത്. ഡയറ്റീഷ്യൻ ഉണ്ട്, അതുപോലെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ഉണ്ട്, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡെന്റൽ ഹൈജനിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഇങ്ങനെ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് 3 ഉണ്ട്, ലബോറട്ടറി സൂപ്രണ്ടൻ്റ് ഉണ്ട്, പെർഫ്യൂഷനിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, കാത്ത് ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് ഉണ്ട്, റേഡിയോഗ്രാഫർ ഉണ്ട്, എക്സ്റേ ടെക്നീഷ്യൻ ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, കാർഡിയാക് ടെക്നീഷ്യൻ, ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്, ECG ടെക്നീഷ്യൻ, ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഫീൽഡ് വർക്കർ. ഇങ്ങനെ പേ ലെവൽ 7 മുതൽ പേ ലെവൽ 2 വരെയുള്ള ഡിഫറൻറ്റ് പോസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഏജ് ലിമിറ്റും പറയുന്നുണ്ട്. ഡയറ്റീഷ്യൻ 36 വയസ്സ് വരെയാണ്, അതുപോലെ നഴ്സിംഗ് സൂപ്രണ്ടിന് 43 വയസ്സ് വരെ. ടോട്ടൽ വേക്കൻസീസ് എല്ലാം കൂടി ചേർത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഇവിടെ വന്നിരിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടൻ്റാണ്. 713 വേക്കൻസീസ് ഉണ്ട്. മൊത്തത്തിൽ 1376 വേക്കൻസീസ് ആണ്. ഓൾ ഓവർ ഉള്ള വേക്കൻസീസിൻ്റെ നമ്പർ 1376 ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ്. റെയിൽവേയുടെ എക്സാംസിന് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന് മുന്നായിട്ട് വരുന്ന ഷോർട്ട് നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ ഒരു പോസ്റ്റുകളിലൊക്കെ ഉള്ള വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവരും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം, എന്നിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനോടെ വരുന്നതായിരിക്കും. അപ്പോൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.